ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്കാണ്. ഏത് പ്രായക്കാർക്കും യോജിച്ച രീതിയിലുള്ള ഫ്രോക്കാണിത്. ഇതിനായിട്ട് 2.5 മീറ്റർ റയോൺ ഫാബ്രിക്കാണ് എടുത്തിരിക്കുന്നത്. ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് വന്നിരിക്കുന്നത് 56 ഇഞ്ചാണ്. ഫാബ്രിക്കിനെ വിഡ്ത്ത് വൈസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഫ്രോക്കിന് ഞാൻ ലെന്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 50 ഇഞ്ചാണ്. ഫസ്റ്റ് നമുക്ക് യോക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫാബ്രിക്കിൻ്റെ മുകൾ വശം ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുക. അതിനുശേഷം യോക്ക് പോർഷൻ ലെന്ത് മാർക്ക് ചെയ്യുക. 15 ഇഞ്ചാണ് ലെന്ത് വേണ്ടത്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് 16 ഇഞ്ച് ലെന്ത് എടുക്കുക. ലെന്ത് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് യോക്ക് പോർഷൻ്റെ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്യാം. ഷോൾഡർ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ആം ഹോള് 7.5 ഇഞ്ചുമാണ് എടുക്കുന്നത്. ആം ഹോള് വരച്ചെടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൂടി മാർക്ക് ചെയ്യാം. ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. 3.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആ പോയിൻറ്റും നേരത്തെ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്ത പോയിൻറ്റും തമ്മിലൊന്ന് ചരിച്ച് വരയ്ക്കുക. വരച്ചെടുത്തു. ഇനി നമുക്ക് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്യാം. 38 ഇഞ്ച് ചെസ്റ്റ് സൈസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 38 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. ആ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും ആഡ് ചെയ്യുക. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം റൗണ്ട് വരച്ചെടുക്കാം. ആം റൗണ്ട് വരച്ചെടുത്തതിന് ശേഷം ഇനി വേസ്റ്റ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം. 36 ഇഞ്ച് വേസ്റ്റ് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 36 ഇഞ്ചിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8.5 ഇഞ്ച് കിട്ടും. അതിനെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുക. ഇനി ഈ 2 പോയിൻറ്റ്സും ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. അതിനുശേഷം വേസ്റ്റിൻ്റെ എൻഡിൽ നിന്ന് യോക്കിൻ്റെ എൻഡിൽ നിന്ന് മുകളിലേക്കൊരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ചരിച്ച് വരയ്ക്കുക. ഇനി ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ കൂടെ തന്നെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പോർഷൻ മാറ്റി വെക്കാം. എന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ നമുക്ക് ആം ഹോള് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് ഈ ബാക്ക് പോർഷന് വേണ്ടിയിട്ടാണ് ഇപ്പം നെക്ക് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുക്കുക. 3.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. നെക്ക് ലെന്തും 3.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കുന്നത്. അത് മാർക്ക് ചെയ്ത് ഒരു ബോക്സ് വരച്ചെടുക്കുക. എന്നിട്ട് നെക്കാണ് ഇവിടെ കൊടുക്കുന്നത്. എക്സ്ട്രാ ഒരു 1 ഇഞ്ച് കൂടെ പുറത്തേക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷന് വേണ്ടിയിട്ടുള്ള നെക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു ക്ലോത്ത് കൂടി എടുക്കുക. ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഇട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബ്ലാക്ക് ക്ലോത്തിലേക്ക് ക്യാൻവാസിൻ്റെ ഗ്ലൈസിംഗ് ഉള്ള പോർഷൻ വെച്ച് അയൺ ചെയ്തെടുക്കുക. അതിനുശേഷം 10 ഇഞ്ച് നീളവും 10 ഇഞ്ച് വീതിയുമുള്ള ഒരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കായിട്ട് ഒരു ക്ലോത്ത് കൂടി എടുക്കുക. ക്ലോത്ത് എടുക്കുമ്പോൾ കുറച്ച് എക്സ്ട്രാ ഇട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ ബ്ലാക്ക് ക്ലോത്തിലേക്ക് ക്യാൻവാസിൻ്റെ ഗ്ലൈസിംഗ് ഉള്ള പോർഷൻ വെച്ച് അയൺ ചെയ്തെടുക്കുക.
നമുക്ക് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ക്ലോത്തിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. 3.5 ഇഞ്ച് തന്നെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. നെക്ക് ലെന്തായിട്ട് ഒരു 1 ഇഞ്ചും മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് രീതിയിൽ വരച്ചെടുക്കുക. ഇനി ഇതിൻ്റെ താഴേക്കൊരു 7 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യുക. 7 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മിഡിൽ പോർഷൻ ഒന്ന് വരച്ചെടുക്കുക. മിഡിൽ പോർഷൻ വരച്ചെടുത്തതിന് ശേഷം ആ 7 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിൻറ്റും നിന്ന് നെക്കിന് നേരത്തെ മാർക്ക് ചെയ്ത പോയിൻറ്റിലേക്കൊന്ന് ഇതേപോലെ ഒന്ന് ചരിച്ച് വരച്ചെടുക്കുക. വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ അടുത്ത സൈഡ് കൂടെ ഇതേപോലെ തന്നെ സെയിം മെഷർമെൻറ്റിൽ തന്നെ ഒന്ന് വരച്ചെടുക്കുക. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ വരച്ചെടുത്ത പോർഷനിൽ കൂടെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറയാം. ഇനി നമുക്ക് സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പോർഷന് ലെന്തായിട്ട് വേണ്ടത് 35 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ അടി മടക്കി അടിക്കാനും ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഒരു 2 ഇഞ്ച് സീം അലവൻസ് കൂടി ആഡ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. 37 ഇഞ്ച് ലെന്തിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ മെഷർമെൻറ്റിൽ തന്നെ ഒരു പീസ് കൂടെ വേണം ബാക്ക് പോർഷന് വേണ്ടിയിട്ടൂടെ. അപ്പം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് ഇതിൻ്റെ മുകളിലേക്കിട്ട് സെയിം മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസും സ്കേർട്ട് പോർഷന് വേണ്ടിയിട്ടുള്ള 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാലൻസ് വന്ന ഈ പീസ് കൊണ്ട് നമുക്ക് സ്ലീവ് ചെയ്തെടുക്കാം. സ്ലീവ് ഒരു ചെറിയ പഫ് സ്ലീവായിട്ടാണ് കൊടുക്കുന്നത്. എൻഡിൽ ഇലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട്. സ്ലീവിന് ലെന്ത് എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. അതിനുശേഷം ഫോൾഡഡ് സൈഡിൽ നിന്ന് ഓപ്പൺ സൈഡിൽ നിന്ന് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത ശേഷം ആ 8 ഇഞ്ച് വരുന്ന പോർഷനിൽ ഒന്ന് ലെവൽ ചെയ്ത് വരച്ചതിന് ശേഷം സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം താഴേക്ക് ഇലാസ്റ്റിക് താഴെ കൊടുക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് മെഷർമെൻ്റ് ഒന്നുമില്ലാതെ സ്ലീവിൻ്റെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് പോർഷൻ്റെ സ്ലീവ് ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്ക് കുഴിച്ച് വരച്ച് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഫ്രണ്ട് പോർഷൻ്റെ നെക്കിനുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ക്യാൻവാസിലേക്ക് എക്സ്ട്രാ ക്ലോത്ത് വെച്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നല്ല സൈഡിലേക്ക് ക്യാൻവാസ് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്തെടുക്കുക. അതിന് ശേഷം ഈ കാണുന്ന ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ കൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്ത് ഉൾവശത്തേക്ക് തിരിച്ചിടുക. ഉൾഭാഗത്തേക്ക് തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇനി ഇവിടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഈ ക്ലോത്തിനെ ഇതേപോലൊന്ന് പുറത്തേക്ക് ഫോൾഡ് ചെയ്തെടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി അടുത്ത സൈഡ് കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു ഫാബ്രിക് ബട്ടണും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷനും നെക്ക് ചെയ്തെടുക്കാം. നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് രണ്ടിൻ്റെയും നല്ല സൈഡ് ഫേസ് ടു ഫേസ് ആയിട്ട് വെച്ച് ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ പീസ് മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് തന്നെ ചെയ്തെടുക്കുക. അങ്ങനെ ഷോൾഡർ രണ്ടും ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് സ്ലീവിൻ്റെ എൻഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ എൻഡ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തു. അതിനുശേഷം ഇത് യോക്കിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ മിഡിൽ പോർഷനിൽ നിന്നാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ മിഡിൽ പോർഷനിൽ ചെറിയ ചെറിയ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ മിഡിൽ പോർഷനിൽ ചെറിയ ഞൊറിവ് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ അടുത്ത സൈഡും ചെയ്തെടുക്കുക. സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇലാസ്റ്റിക് എടുക്കുക. 13 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇലാസ്റ്റിക് എടുത്ത് സ്ലീവിൻ്റെ എൻഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ക്രീനിൽ കാണുന്ന പോലെ. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയേക്കുന്നത്. ഇനി സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്തെടുക്കാം. അതിനായിട്ട് യോക്കിൻ്റെ നല്ല സൈഡിലേക്ക് സ്കേർട്ട് പോർഷൻ്റെ നല്ല സൈഡ് വെച്ച് ചെറിയ ചെറിയ ഞൊറിവുകളിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്കേർട്ട് പോർഷൻ അറ്റാച്ച് ചെയ്തതിന് ശേഷം സൈഡ്സ് രണ്ടും ജോയിൻ ചെയ്തെടുക്കാം. സൈഡ്സ് ജോയിൻ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ എൻഡ് ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രോക്കിൻ്റെ എൻഡ് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.